അസ്സലാമു അലൈക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് മൂന്നാമത്തെ ഭാഗമാണ് നാം അവതരിപ്പിക്കുന്നത്. അങ്ങനെ ബിൽക്കീസ് രാജ്ഞിയുടെ ദൂതന്മാർ വന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ രാജകീയ പ്രൗഢിയും ദർബാറും കൊട്ടാരവും എല്ലാം കണ്ട് തിരിച്ചുപോയി. ബിൽക്കീസ് രാജ്ഞി എഴുതിയ കത്തിൻ്റെ മറുപടിയും കൊടുത്തയച്ചു. അത് അടിസ്ഥാനത്തിൽ ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരം ഒന്ന് കാണാനും നേരിട്ട് മുസ്ലിമാകാനും തീരുമാനിക്കുകയാണ്. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ പ്രജകളോട് ചോദിച്ചു. സത്യത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വലിയ ഒരു കൊട്ടാരമൊന്നും അതുവരെ ഇല്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. പക്ഷെ ഒരു ചെറിയ ഒരു ഗ്രാമത്തിൻ്റെ അധികാരിയായി അല്ലെങ്കിൽ രാജാവായി രാജ്ഞിയായി ഒക്കെ വാണുകൊണ്ടിരിക്കുന്ന ആ ബിൽക്കീസിന് പോലും ഇത്രയും വലിയ ഒരു കൊട്ടാരമുണ്ടെങ്കിൽ ഈ രാജ്യം മുഴുവനായി ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഒന്നുമില്ലാതെയായാൽ സ്വാഭാവികമായും ഈ മതത്തെ ചിലപ്പോൾ ഒരു പക്ഷേ കൊച്ചാക്കി ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബിൽക്കീസുകാർ, സബഅ് ഗോത്രക്കാർ മൊത്തത്തിൽ ഒരല്പം അഹങ്കാരികളും കൂടിയാണ്. അതുകൊണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ പ്രജകളോട് ചോദിക്കുകയാണ്, നമുക്ക് ബിൽക്കീസ് രാജ്ഞി ഇവിടെ വരുമ്പോൾ ഒന്നും ഇല്ലാതെയായി പോയാൽ അതൊരു മോശമല്ലേ? അതുകൊണ്ട് നമുക്ക് ആ കൊട്ടാരം ഇങ്ങോട്ട് എത്തിക്കണം, ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇങ്ങോട്ട് കൊണ്ടുവരണം. നമുക്കൊരു കൊട്ടാരം പണിയാനൊന്നും ഇപ്പൊ സമയമില്ല, കാരണം ബിൽക്കീസ് രാജ്ഞി അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. യമനിൽ നിന്ന് നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായി എത്രയും പെട്ടെന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇവിടെ എത്തിക്കണം. അതിനെന്താണ് പണി? ആ സംഭവത്തെയാണ് അല്ലാഹു തആല ഇവിടെ അവതരിപ്പിക്കുന്നത്. ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. സൂറത്തുൻ നംൽ 38. ഖാല സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ അയ്യുഹൽ മലഉ, ഓ നേതാക്കളെ, പ്രധാനികളെ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, ബിൽക്കീസ് രാജ്ഞി ഇവിടെ നമ്മുടെ കൊട്ടാരം കാണാൻ വരുന്നുണ്ട്, നമ്മുടെ ദർബാറിൽ വരുന്നുണ്ട്, ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ സബഅ് ഗോത്രത്തിന്റെ രാജ്ഞിയായി വാഴുന്ന ബിൽക്കീസ് ഇവിടെ വരുമ്പോൾ ലോകം മുഴുക്കയും പടച്ചു ഭരിക്കുന്ന ഒരു രാജാവിന്റെ അവസ്ഥയാണോ ഇത് എന്ന് ചിന്തിച്ചു പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മതത്തെ തന്നെ കൊച്ചാക്കി ചിത്രീകരിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് ആ കൊട്ടാരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ചോദ്യമാണ് ആ ചോദ്യം. നമ്മുടെ നിസ്സാരമായ ഒരു വീട്, അതിനെ ചലിപ്പിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? എന്നാൽ ഒരു രാജ്ഞിയുടെ കൊട്ടാരം, അതിനെ ഒട്ടാകെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആർക്ക് കഴിയും എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു. കാരണം മനുഷ്യരെ വഹിക്കുന്നത് പോലെ, മനുഷ്യരെ നിയന്ത്രിക്കുന്നത് പോലെ ജിന്നുകളെയും മൃഗങ്ങളെയും പക്ഷികളെയും പറവകളെയും ഇഴജന്തുക്കളെയും എല്ലാം ഒരുപോലെ നിയന്ത്രിക്കുന്ന രാജാവാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ചോദിക്കുന്നു, അയ്യക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അനുസരണയുള്ളവരായി നമ്മുടെ ദർബാറിൽ, എൻ്റെ ദർബാറിൽ ബിൽഖീസ് എത്തുന്നതിൻ്റെ മുമ്പ് അവളുടെ കൊട്ടാരം ആരാണ് ഇങ്ങോട്ട് എത്തിക്കുക? ആർക്ക് കഴിയും? എല്ലാവരും നിങ്ങൾ തിരിച്ചൊഴിക്കുകയാണ്. അപ്പൊ ജിന്നിൽ നിന്നുള്ള ഒരു മല്ലൻ അദ്ദേഹം പറഞ്ഞു, ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താന്മാരുടെയും നേതാവാണ് ഇഫ്രീത്ത്. അപ്പൊ ജിന്നിൽപ്പെട്ട ഒരു മല്ലനായ ഒരു ജിന്ന് പറഞ്ഞു, അന ആതീക ബിഹി,
قبل أن تقوم من مقامك وإني عليه لقوي أمين. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ സദസ്സിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പായി ഞാൻ ആ ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാം. ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ അതിനു മാത്രം പറ്റിയ ശക്തനാണ് എന്ന് ജിന്നുകളുടെ നേതാവ് പറയുന്നു. അല്ലാഹു തആല ജന്മന ചില ആളുകൾക്ക് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ കഴിവുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമുക്കില്ലാത്ത കുറേ കഴിവുകൾ ചെറിയ ജീവികൾക്ക്, അതുപോലെ തന്നെ ജിന്നുകൾക്ക്, മൃഗങ്ങൾക്കും ഒക്കെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഭൂമി കുലുക്കം ഉണ്ടാവുന്നതിന് മുമ്പ് മൃഗങ്ങളൊക്കെ കയറ് പൊട്ടിച്ചോടുന്നത് കണ്ടില്ലേ? കാരണം ഭൂമി കുലുങ്ങാണെന്ന് അവർക്കറിയാം. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മനാ കൊടുത്ത ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളിൽപ്പെട്ട ഒരു ഭൂതത്താൻ പറയുകയാണ്, ഞാൻ കൊണ്ടുവരാം ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം. നിങ്ങൾ ഈ ദർബാറിൽ നിന്ന്, അഥവാ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച് എണീക്കുന്നതിന് മുമ്പായി, ഒരു രാജാവാണല്ലോ, അപ്പൊ അതുകൊണ്ട് ആ രാജകീയ സദസ്സിലങ്ങ് ഇരുന്ന് ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് രാവിലെ ഇരുന്ന് ഒരു ഉച്ചക്ക് ചോറുണ്ണാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞാനിവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാനതിന് പറ്റിയ വിശ്വസ്തനാണ്, ഞാൻ ശക്തനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു അത് പോരാ, അതിന്റെ മുമ്പ് ബിൽക്കീസ് ഇവിടെ എത്തിയാൽ നമ്മൾ വഷളായി കഴിഞ്ഞില്ലേ, അതിന്റെ മുമ്പ് വേണം. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك. അപ്പോൾ നല്ല വിവരമുള്ള ഒരാൾ പറഞ്ഞു, قال الذي عنده, തൻ്റെ അരികിലുണ്ട്, علم من الكتاب, കിതാബിൽ നിന്നുള്ള വിജ്ഞാനമുണ്ട്, ഒരു പണ്ഡിതനായ ഒരാൾ. ആസഫ് ഇബ്നു ബർഖിയ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, വലിയാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മന്ത്രിയാണ് എന്ന അഭിപ്രായവുമുണ്ട്. സ്വാലിഹായ നല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ജിന്നവർഗത്തിൽപ്പെട്ട ആളല്ല, മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാം. ഉണ്ടോ, ഒരു കണ്ണിങ്ങനെ അടച്ചു തുറക്കാൻ ഒരു സെക്കൻഡാണ് സമയം കണക്കാക്കുന്നതെങ്കിൽ അതിൻ്റെയും മുമ്പ് മൈക്രോ സെക്കൻഡ് ഞാൻ ആ സെക്കൻഡ് ഉപയോഗപ്പെടുത്തിയിട്ട് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇവിടെ കൊണ്ടുവരാം എന്നാണ് നൊടിയുടെ എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്, സുലൈമാൻ നബി അലൈഹി സ്വലാം അത് സമ്മതിച്ചു. ഉടനെ ഇതാ ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ബിൽക്കീസ് രാജ്ഞി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊട്ടാരം തന്റെ മുമ്പിൽ ഇങ്ങനെ പ്രൗഢിയോടെ സ്ഥിരപ്രതിഷ്ഠ നേടിയ രംഗം കണ്ടപ്പോൾ ഖാല, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെല്ലാം അല്ലാഹു എനിക്ക് നൽകിയ ഔദാര്യമാണ്. കണ്ടോ, ഇത്രയും വലിയ ഒരു കഴിവ് തന്റെ പ്രജകളിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിട്ട് പോലും അഹങ്കരിക്കുകയല്ല, അപ്പോഴും അല്ലാഹുവിലേക്ക് ചിന്ത പോവുകയാണ്. പടച്ചവനെ, ഇതെല്ലാം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. തന്റെ ശിഷ്യന്മാരായ ഒരാൾക്ക് ഇങ്ങനെ കഴിയുമെങ്കിൽ, തന്റെ പ്രജകളിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ കഴിയുമെങ്കിൽ, അപ്പോൾ പ്രവാചകന്, അതും ലോകത്തെ മുഴുക്കയും പടച്ച് പരിപാലിക്കാൻ അല്ലാഹു തആല കഴിവ് കൊടുത്ത ഒരു ഭരണാധികാരിക്ക് എത്ര കഴിവുണ്ടാവും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനവരുകൾ പറഞ്ഞു, ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു, അല്ലാഹു ഈ കഴിവൊക്കെ നൽകിയിട്ട് എന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ കൂടുതൽ ശുക്ർ ചെയ്യുമോ അതല്ല ഞാൻ നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിക്കുമോ എന്ന് അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ്. ലോകത്ത് അല്ലാഹു അനുഗ്രഹങ്ങൾ ഒരാൾക്ക് കോരി വാരി കൊടുക്കുമ്പോൾ, ഓ അല്ലാഹു എന്നോട് കാര്യമായ സ്നേഹത്തിലാണ് എന്ന് വിചാരിക്കരുത്.
അപ്പൊ നമ്മൾ വിചാരിക്കണം അള്ളാഹു എന്നെ കാര്യമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും നന്ദിയോടെ ജീവിച്ചാൽ അത് തനിക്ക് തന്നെയാണ് അതിന്റെ ഗുണം. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, ആരെങ്കിലും നന്ദികേട് കാണിച്ച് ജീവിച്ചാൽ ഒരു കാര്യം അവൻ മനസ്സിലാക്കി കൊള്ളട്ടെ, അല്ലാഹു തആല അവന്റെ നന്ദിക്കൊന്നും ആവശ്യമില്ലാത്ത വിധം ഐശ്വര്യവാനും അവൻ വളരെ മാന്യനുമാണ്. അള്ളാഹുവിനൊന്നും വരാനില്ല, അവൻ തന്നെയാണ് നഷ്ടം. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ല രാജ്ഞി ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു മാറ്റം വരുത്തണമല്ല, അതെന്നെ ഇവിടെ കൊടുന്നാൽ ഇതിൻ്റെതല്ലേ എന്ന് ചോദിക്കൂലേ. അപ്പൊ അതുകൊണ്ട് ഇതിന് ചെറിയ ഒരു മാറ്റം വരുത്തണം, അതിന് ഓർഡർ ഇടുകയാണ്. ഖാല നക്കിറൂ ലഹാ അർശഹാ നൻദുർ അതഹ്തദി അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ. നക്കിറൂ ലഹാ, ഈ കൊട്ടാരത്തിന് മാറ്റം വരുത്തണം. നക്കിറൂ ലഹാ അർശഹാ, ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന് മാറ്റം വരുത്തണം. നൻദുറു, നമുക്കെന്നിട്ട് നോക്കാം. അതഹ്തദി അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ. ഈ കൊട്ടാരം ഇവിടെ എത്തിയിട്ട് അവസാനം ബിൽഖീസ് രാജ്ഞിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് ആ ബിൽഖീസ് രാജ്ഞി ചിന്തിക്കണം, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവേ. ഞാനിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്റെ കൊട്ടാരം ഇവിടെ എത്തിച്ച് കാണിച്ചു തരാൻ മാത്രം അള്ളാഹു ഒരു അടിമയെ സ്നേഹിക്കുന്നെങ്കിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അടിമക്ക് അള്ളാഹു എന്തും കൊടുക്കും. അതുകൊണ്ട് ഞാൻ വിശ്വാസി തന്നെയാവണം. അതിനു വേണ്ടിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നത്, ഈ കൊട്ടാരത്തിന് ഒരു ചെറിയ ഒരു മിനുക്കുപണി, ഒരു മാറ്റം. അതഹ്തദി, അവള് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സന്മാർഗം സിദ്ധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അല്ലാം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ, സന്മാർഗികളല്ലാത്തവരുടെ കൂട്ടത്തിൽപ്പെട്ട് അവളും ജീവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ബിൽഖീസ് രാജ്ഞി ഇവിടെ എത്തിക്കഴിഞ്ഞു. فلما جاءت قيل أهكذا عرشك قالت كأنه هو وأوتينا العلم من قبلها وكنا مسلمين. സബഅ ഗോത്രത്തിന്റെ ഒരു രാജ്ഞി ഇവിടെ എത്തിയപ്പോൾ പരിവാരങ്ങളൊക്കെ ഉണ്ട്, കൂടുതൽ ആളുകൾ കൂടെയുണ്ട്. അവരെ എല്ലാവരെയും നല്ലപോലെ സ്വാഗതം ചെയ്ത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ദർബാറിലേക്ക് കൊണ്ടുവന്നു. വേണ്ട സ്വീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തി, ഭക്ഷണമെല്ലാം കൊടുത്ത് അവസാനം പറഞ്ഞു, ഇവിടെ ഒരു കൊട്ടാരമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഫലമ്മ ജാഅത് ഖീല അഹാകദാ അർശുകി, ബിൽഖീസ് രാജ്ഞി കൊട്ടാരത്തിന്റെ അരികിലെത്തിയപ്പോൾ ചോദിക്കപ്പെട്ടു, അല്ല നിങ്ങളുടെ കൊട്ടാരം പോലെ തന്നെയാണോ ഇത്? അഹാകദാ അർശുകി ഖാലത്ത്, അവൾ പറയുന്നു, കഅന്നഹു ഹുവ, അത് തന്നെയാണോ ഇത് തോന്നുന്നുണ്ട്. അതാണെന്ന് പറയാനും വെച്ചാൽ, കാരണം മാറ്റങ്ങൾ വരുത്തിയില്ലല്ലോ. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നോക്കിയപ്പോൾ അതുപോലെ തന്നെയുണ്ട്. കഅന്നഹു, അത് തന്നെയാണോ ഇത് എന്നിങ്ങനൊരു ചോദ്യം. വൗതീനൽ ഇൽമ മിൻ ഖബ്ലിഹാ വകുന്നാ മുസ്ലിമീൻ. അതാ ഇങ്ങോട്ട് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ, ബിൽഖീസ് രാജ്ഞി ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ വരുന്ന വിവരങ്ങളെല്ലാം നമുക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. ബിൽഖീസ് രാജ്ഞി പറയാണ്, അതുകൊണ്ട് വകുന്നാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളാകാൻ തീരുമാനിച്ചു വന്നവരാണ്. അള്ളാഹുവിനെ അല്ലാതെ സൂര്യനെ ആരാധിച്ച് കഴിയാനുള്ള കാരണം, ഇതിലേക്ക് കടന്നു വരാനുള്ള തടസ്സം എന്തായിരുന്നു? ഇന്നഹാ കാനത് മിൻ ഖൗമിൻ കാഫിരീൻ, ജനിച്ചതും വളർന്നതും ജീവിച്ചതുമെല്ലാം അതാ സത്യനിഷേധികളുടെ നാട്ടിലായിരുന്നു. കാരണം അങ്ങനെയാണല്ലോ, ബാപ്പ മുസ്ലിം ആകുമ്പോൾ കുട്ടികൾ മുസ്ലിം ആവും, ബാപ്പ കാഫിറാകുമ്പോൾ കുട്ടികളും കാഫിറാവും. കുട്ടികൾ ശിർക്കൊന്നും ചെയ്യണ്ട, കുട്ടികളൊരു ശിർക്കും ചെയ്തില്ലെങ്കിലും ബാപ്പ കാഫിറാണെങ്കിൽ
കുട്ടികൾ സ്വാഭാവികമായും ആ നുത്തുഫത്തിലുണ്ടായതുകൊണ്ട് കാഫിറാവും. ബാപ്പ മുസ്ലിമായാൽ കുട്ടീന് ഷഹാദത്ത് കഴിയുമ്പോൾ ചൊല്ലിയില്ലെങ്കിലും മുസ്ലിമാവും, സ്വാഭാവികമാണ്. എന്നതുപോലെ അത് ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു നാട്ടിലെല്ലാവരും സൂര്യനെ ആരാധിച്ച് വളരുന്ന കൂട്ടത്തിൽ അങ്ങനെ വളർന്നു വന്നു. സൂര്യനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു ജനതയിൽപ്പെട്ട ആളായിപ്പോയി. ഏതായിരുന്നാലും കൊട്ടാരത്തിൽ വന്നപ്പോൾ ബിൽഖീസ് രാജ്ഞിയോട് പറയപ്പെട്ടു, ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുക. ഫലമ്മാ റഅതുഹു ഹസിബതുഹു ലുജ്ജതൻ വകശഫത് അൻ സാഖൈഹാ. സ്ഫടികം കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. ചില്ലുകൾ മാത്രം വെച്ചിട്ടൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ അടിഭാഗത്ത് നിറയെ വെള്ളമാണ്. പക്ഷെ ആ വെള്ളത്തിന്റെ മുകളിൽ നല്ല ഭംഗിയുള്ള ചില്ലുകൾ ഇട്ടിട്ടുണ്ട്, സ്ഫടികങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ കൊട്ടാരത്തിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോൾ വെള്ളത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. കാരണം മത്സ്യങ്ങൾ ഇങ്ങനെ പോകുന്ന രംഗം കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് ജലാംശയമാണെന്നാണ്. അപ്പൊ ആ റൂമിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ബിൽക്കിസ് രാജ്ഞി മുണ്ട് ഇങ്ങോട്ട് പോക്കി. അപ്പൊ പറഞ്ഞു, ഇല്ല, ഇത് വെള്ളമല്ല, ഇത് സ്ഫടികം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരമാണ്, അതുകൊണ്ട് മുണ്ടൊന്നും പൊക്കണ്ട, അങ്ങനെ തന്നെ കയറാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് നാണം കിട്ടുകയില്ലേ. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നഹു സർഹുൻ മുമർറദുൻ മിൻ ഖവാരീറ. സ്ഫടികം കൊണ്ട് മിനുസപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കൊട്ടാരമാണിത്. നിങ്ങൾ വിചാരിച്ചതുപോലെ ഇത് ജലാംശയമല്ല. സ്ഫടികത്തിന്റെ അടിയിൽ വെള്ളമുണ്ട്, അതിൽ മത്സ്യങ്ങളുണ്ട്. ഒരു കടലിൽ കാണാവുന്ന എല്ലാ അത്ഭുതങ്ങളും ആ കൊട്ടാരത്തിൽ കാണിക്കുകയാണ്. കാലത്ത് അപ്പോൾ ബിൽഖീസ് രാജ്ഞി പറഞ്ഞു, റബ്ബി ഇന്നി ളലംതു നഫ്സി. പടച്ചവനെ, ഞാൻ ഒരുപാട് കാലം എൻ്റെ സ്വന്തം ശരീരത്തെ ആക്രമിച്ച് ജീവിച്ചുപോയി. പാപം ചെയ്യുന്നതൊക്കെ സ്വന്തം ശരീരത്തെ ആക്രമിക്കുകയാണല്ലോ. നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ശിക്ഷയായി അല്ലാഹു തആല നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കും. അതുകൊണ്ട് അതിൻ്റെ അവസാനത്തെ വാക്കാണ് ഖുർആൻ എപ്പോഴും പറയാം, റബ്ബി ഇന്നി ളലംതു നഫ്സി. അല്ലാഹുവേ, പാപം ചെയ്ത് എൻ്റെ ശരീരത്തെ ഞാൻ ആക്രമിച്ചു പോയി. അതുകൊണ്ട് വാസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി സുലൈമാൻ നബിയോടൊപ്പം ഞാനും മുസ്ലിമാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ആ രാജ്ഞി അവിടുന്ന് മുസ്ലിമാവുകയും ആ പ്രജകളൊന്നടങ്കം ഇസ്ലാം മതം അംഗീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ചരിത്രത്തിൻ്റെ അവസാനം ഈ ബിൽഖീസ് രാജ്ഞിയെ സുലൈമാൻ നബി അലൈഹി സ്വലാം വിവാഹം ചെയ്തു എന്ന് കാണാം. അതിനു മുമ്പ് നാട്ടിലേക്ക് തിരിച്ചയക്കുകയും അധികാരങ്ങളെല്ലാം നിലനിർത്തുകയും വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവസാനം വന്നപ്പോൾ ബിൽഖീസിനെ സുലൈമാൻ നബി അലൈഹി സ്വലാം വിവാഹം ചെയ്ത് മോചിതയാക്കി എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കും. അത് ഇത്ര എന്ന് പറയാൻ കഴിയില്ല. മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവന് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല അടിമക്ക് ചെയ്തു കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. രാജ്യം മുഴുവനായി അടക്കി ഭരിക്കാൻ അള്ളാഹു അവസരം കൊടുത്ത ഒരാളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. ഇതുപോലെ വേറെ ഒരു ചക്രവർത്തിയായിരുന്നു ദുൽഖർനൈൻ എന്ന് പറയുന്നത്. സൂറത്ത് കഹ്ഫിന്റെ അവസാനത്തിൽ ദുൽഖർനൈനിയുടെ കഥ പറയുന്നു. അതായിരുന്നു രണ്ടാമത്തെ ഒരു ഭരണാധികാരി. പിന്നെ രണ്ട് ആളുകൾ അവിശ്വാസികളായിരുന്നു. ഒന്ന് ഫിർഔനും മറ്റൊന്ന് ബുഖ്തുനസ്റുമായിരുന്നുവെന്നും അല്ല വേറെയും ചില അഭിപ്രായങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ഏതായിരുന്നാലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭരണത്തിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ഒരു രാജ്യം ഒട്ടാകെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത സംഭവമാണ്. ഇതിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് അടിമ സ്വാലിഹാകുമ്പോൾ ഒരുപാട്
കറാമത്തുകൾ അവർക്ക് കാണിക്കും എന്നതിൻ്റെ തെളിവാണ് ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന സ്വാലിഹായ ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇവിടെ കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചത്. ജന്മനാ കഴിവുള്ള ഇഫ്രീത്ത് അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴും ജന്മനാ കഴിവുള്ള ഇഫ്രീത്തിനെയും വെല്ലുവിളിച്ച് തൻ്റെ ആത്മീയ കഴിവ് കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആള് ചെറുതായിരിക്കും, പക്ഷേ അതിന് മാത്രമുള്ള പവർ ആത്മീയമായി നേടിയെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തിൽ പറയപ്പെട്ട എല്ലാ മഹാന്മാരുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതം നന്നാക്കി തെരുമാറാവട്ടെ. റഹ്മുർ-റഹീമായ റബ്ബേ, പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ തഖ്വയും ഈമാനും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. സൂക്ഷ്മതയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും ബിസിനസ്സിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഹലാലായ സമ്പാദ്യങ്ങൾ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, വെള്ളം നൽകിയവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഞങ്ങൾക്ക് കടമയും കടപ്പാടുമുള്ള ഒരുപാട് വിശ്വാസികൾ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.